ചുവപ്പ് കണ്ട കാളയെപ്പോലെ ബാനർ കണ്ട ആരിഫ് മുഹമ്മദ് ഖാൻ താമസിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് താഴെ ഇറങ്ങി. ഉച്ചയ്ക്ക് പറഞ്ഞതാണ് ബാനറുകൾ മാറ്റാൻ, എന്തുകൊണ്ട് മാറ്റിയില്ല എന്ന് വിളിച്ചു വരുത്തിയ മലപ്പുറം SP-യോട് ക്ഷുഭിതനായി സംസാരിക്കുന്ന രംഗങ്ങൾ എല്ലാ മാധ്യമങ്ങൾ പകർത്തുന്നുണ്ട്. എല്ലാം ലൈവാണ്, എല്ലാ മാധ്യമങ്ങളിലൂടെയും ഇത് കാണുകയും ചെയ്യുന്നു. വളരെ മോശമായി ക്ഷുഭിതനായി സംസാരിക്കുന്നു പോലീസിന്റെ SP-യോട്, മലപ്പുറം SP-യോട്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ പോസ്റ്ററുകൾ, ബാനറുകൾ അഴിപ്പിക്കുന്നു. അപ്പോൾ SP പറയുന്നുണ്ട്, ഇത് ശരിയല്ല സാർ, ഇത് ശരിയല്ല സാർ എന്ന്. അപ്പോൾ ക്ഷുഭിതനാകുകയാണ് ഗവർണർ ചെയ്യുന്നത്. ഈ ഗവർണർ ആരാണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇദ്ദേഹത്തിന് എന്താണ് അവകാശം? പോലീസിനെതിരെ തട്ടിക്കയറാൻ ഇദ്ദേഹത്തിന് എന്താണ് അവകാശം? തുടങ്ങിയ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പോലീസ് നേരത്തെ എടുത്ത ഒരു നിലപാടുണ്ട്. പോലീസല്ല ബാനർ മാറ്റേണ്ടത്, അത് സർവകലാശാല കോമ്പൗണ്ടിനകത്താണ്. സർവകലാശാലയാണ് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. സർവകലാശാലയിൽ നിന്ന് ഒരു പരാതി പോലീസിന് ലഭിക്കണം. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന നിയമപരമായ നടപടിക്രമം കൃത്യമായും രാജ്ഭവനെയും ഗവർണറെയും പോലീസ് അറിയിച്ചിരുന്നു. അതാണ് രീതി. അതല്ലാതെ അത് മാറ്റണമെങ്കിൽ സർവകലാശാലയാണ് മാറ്റേണ്ടത്, സർവകലാശാലയുടെ സെക്യൂരിറ്റി ഓഫീസറാണ് മാറ്റേണ്ടത്. അതാണ് പോലീസ് സ്വീകരിച്ച സമീപനം. അപ്പോഴാണ് പറ്റില്ല, പോലീസ് തന്നെ മാറ്റണം എന്ന് പറഞ്ഞ്, എന്തുകൊണ്ട് വൈകുന്നു എന്ന് പറഞ്ഞ് വൈസ് ചാൻസലറെ വിളിച്ചു വരുന്നു, സെക്യൂരിറ്റി ഓഫീസറെ വിളിച്ചു വരുത്തുന്നു, SP-യെ വിളിച്ചു വരുത്തുന്നു. ഇദ്ദേഹം പുറത്തിറങ്ങുന്നു, നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു, മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പോലീസിനെ വഴക്കു പറയുന്നു. വളരെ മോശമായ രീതിയിൽ ഒരു നാലാംകിട ക്രിമിനലിനെ പോലെ സംസാരിക്കുന്ന, പ്രവർത്തിക്കുന്ന ഗവർണറെയാണ്, ചാൻസലറെയാണ് ഇപ്പോൾ കേരളം കണ്ടത്. പോലീസിന്റെ നിലപാട് കൃത്യമായിരുന്നു എന്ന് എല്ലാവരും പറയും. പക്ഷേ ആ സമയത്തും SFI വളരെ പക്വതയോട് പറഞ്ഞു, ഒരു ബാനർ അല്ലെങ്കിൽ 2 ബാനർ 3 ബാനർ നിങ്ങൾ വലിച്ചു താഴെയിട്ടാൽ ഈ കേരളത്തിൽ ക്യാമ്പസുകളിൽ 100 കണക്കിന് ബാനറുകൾ ഉയരുമെന്ന്. നാളെ രാജ്ഭവന് മുന്നിലും ഇതേ ബാനറുകൾ ഉയരുമെന്ന്. ഇന്ന് രാത്രി തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റോഡിന്റെ ഇരുവശങ്ങളിലും അതേപോലെ തന്നെ സർവകലാശാലകളിലും സർവകലാശാലയുടെ മുന്നിലും കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലും എന്തിനേറെ പറയുന്നു രാജ്ഭവന് മുന്നിലും ഈ ബാനറുകൾ ഉയരും. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമാനത്താവളത്തിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുന്ന, രാജ്ഭവനിലേക്ക് വരുന്ന വഴിയുടെ ഇരുവശങ്ങളിലും ബാനറുകൾ ഉയരുക തന്നെ ചെയ്യും. ആ ബാനറുകൾ മാറ്റാൻ നാളെ രാത്രി ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങി തിരുവനന്തപുരം വിമാനത്താവളം വരെ സഞ്ചരിക്കുമോ? കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇറക്കിക്കൊണ്ടുവന്ന് ഈ ബാനറുകൾ മാറ്റാൻ ആവശ്യപ്പെടുമോ? ഈ ചോദ്യമാണ് ഉയരുന്നത്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം വിവാഹ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയി നല്ല മട്ടൻ മന്തിയൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് കുറച്ച് പാൻപരാഗൊക്കെ മുറുക്കിയതിന് ശേഷം നേരെ ഇന്ന് ക്യാമ്പസിനകത്തുകൂടെ ഇറങ്ങി നടന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ആക്രോശങ്ങൾ, ഇടപെടലുകളൊക്കെ നമ്മൾ കണ്ടു. എന്ത് രീതിയാണിത്? സ്വാഭാവികമായിട്ട് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഓരോ ആളുകളെ സംബന്ധിച്ചും ഇതെന്ത് രീതിയാണ്? ഒരു ഉത്തരവാദിത്വപ്പെട്ട ഭരണഘടനാ സ്ഥാനത്താണ് താൻ ഇരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള ഗവർണർ അദ്ദേഹം ചെയ്യേണ്ടുന്ന രീതിയാണോ, അദ്ദേഹം പുലർത്തേണ്ടുന്ന മാന്യതയാണോ ഇന്ന് അദ്ദേഹം പുലർത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായും പൊതുസമൂഹത്തിനകത്ത് ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജനാധിപത്യപരമായ സമരങ്ങളെ, ജനാധിപത്യപരമായി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങളെ ഇത്രമേൽ അദ്ദേഹം ഭയക്കേണ്ടുന്ന കാര്യമില്ല എന്നുള്ളതാണ്. ഈ സമയം വരെ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി തരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ആവർത്തിച്ച് ചോദിച്ചത് ഞാൻ എന്തിന് ഈ ക്രിമിനലുകൾക്ക് മറുപടി കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അല്ലെങ്കിൽ ഈ സമരത്തിൽ അണിനിരന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ളത് ഈ സംസ്ഥാനത്തിനകത്തെ വിദ്യാർത്ഥികളാണ്. അദ്ദേഹം ചാൻസലറായിരിക്കുന്ന സർവകലാശാലകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങൾക്ക് അദ്ദേഹം മറുപടി തന്നേ തീരൂ. ഞങ്ങൾക്കെന്നല്ല, കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെയും ചോദ്യത്തിനും മറുപടി തരുന്നതിന് വേണ്ടിയുള്ള ബാധ്യസ്ഥത കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർക്കുണ്ട്. അദ്ദേഹം ഈ വിവിധ സെനറ്റുകളിലേക്ക് നടത്തിയിട്ടുള്ള നോമിനേഷൻ ചാൻസലർ എന്ന പദവിക്കകത്തിരുന്നു കൊണ്ടാണ്. ചാൻസലറാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ചാൻസലർ പദവിയിൽ അദ്ദേഹത്തെ ഇരുത്തിയിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭ പാസ്സാക്കിയിട്ടുള്ള സർവകലാശാല ആക്ട് പ്രകാരമാണ് സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്നത്. അങ്ങനെ കേരള നിയമസഭ പാസ്സാക്കിയ
ആക്ട് പ്രകാരം സർവകലാശാലകളുടെ ചാൻസലർ പദവിയിലിരുന്ന് ആ പദവിയിലിരുന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന, അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് പോലെ കാവ്യവൽക്കരണ ഇടപെടലുകൾ, ആ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിനകത്ത് ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ആവർത്തിച്ച് മനസ്സിലാക്കേണ്ടുന്നത് രാജ്ഭവനകത്തിരിക്കുന്നുണ്ട് എന്നതുകൊണ്ട് രാജാവാണ് താൻ എന്ന ധാരണയാണ് അദ്ദേഹത്തിന്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിനകത്ത്, ജനാധിപത്യ കേരളത്തിനകത്ത് ജനാധിപത്യ ചോദ്യങ്ങൾ ഉയരും, ജനാധിപത്യ സമരങ്ങൾ ഉയരും. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. മറുപടി പറയിക്കും എന്നുള്ളതാണ് കേരളത്തിന്റെ സമരചരിത്രം. എന്താണ് ഗവർണർ ഇത്രയും പ്രകോപിതനായ കാരണം? എന്താണ് ബാനർ എഴുതിയിരിക്കുന്നത്? മറ്റൊന്നുമല്ല, ചാൻസലർ ഗോ ബാക്ക്. ഇതാണ് ഒരു ബാനർ. കറുത്ത ബാനറിൽ വെളുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ചാൻസലർ ഗോ ബാക്ക് എന്ന്. മറ്റൊരു ബാനർ എഴുതി വെച്ചിരിക്കുന്നു മിസ്റ്റർ ചാൻസലർ യു ആർ നോട്ട് വെൽക്കം ഹിയർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളെ ഈ ക്യാമ്പസിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ എഴുതി വെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ സംഗീത് ചാൻസലർ വാപസ് ജാവോ എന്നുകൂടി എഴുതി വെച്ചിരിക്കുന്നു. അതാണ് സംഗീത് ചാൻസലർ വാപസ് ജാവോ എന്ന വാക്കാണ് ഈ ഗവർണറെ ഇത്രമാത്രം പ്രകോപിപ്പിച്ചത് എന്നാണ് സർവകലാശാലയിൽ നിന്നുള്ള അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർ പറയുന്നത്. അത് മാറണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. സംഗീത് ചാൻസലർ എന്ന് തന്നെ വിളിക്കാൻ പാടില്ല എന്ന്. സംഘപരിവാറിന്റെ ഭൃത്യനായി ജോലി ചെയ്യുന്ന, സംഘപരിവാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ RSSന്റെ തലവനെ കാണാൻ 3 മണിക്കൂറോളം കാത്തിരുന്ന് പോയി കണ്ട ഒരു ഭരണഘടനാ തലവൻ എന്ന നിലയിൽ, ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾ പോലും പാലിക്കേണ്ട മിനിമം പ്രോട്ടോകോൾ പോലും പാലിക്കാതെ BJPയുടെ സംഘപരിവാറിന്റെ മുറ്റത്ത് പോയി RSSന്റെ തലവനെ കാത്തിരുന്ന ഗവർണറെ കേരളം കണ്ടതാണ്. അത്രമാത്രം RSSന് വേണ്ടി, BJPക്ക് വേണ്ടി അടിമ വേല ചെയ്യുന്ന ഗവർണർ. ആ ഗവർണർ പറയുകയാണ് ഞാൻ സംഘിയല്ല, എന്നെ സംഘി ചാൻസലർ എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞാൽ കേരളം വിശ്വസിക്കുമോ, നാട് വിശ്വസിക്കുമോ ഇദ്ദേഹം സംഘി ചാൻസലർ തന്നെയാണ് എന്ന്? ബാനർ കണ്ടാൽ കലിയിളകുന്ന, കറുത്ത കൊടി കണ്ടാൽ കലിയിളകുന്ന ആൾ തന്നെയാണ് എന്ന് അദ്ദേഹം ഓരോ തവണയും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമായ, നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ പോലീസിനെ നിർബന്ധിക്കുന്നു, ഭരണാധികാരികളെ നിർബന്ധിക്കുന്നു, ഉദ്യോഗസ്ഥരെ നിർബന്ധിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരു ഏകാധിപതിയെ പോലെ പ്രവർത്തിക്കുന്ന ആളായി ഗവർണർ മാറിയിരിക്കുന്നു. എന്താണ് പ്രശ്നം? സർവകലാശാലകളിൽ RSSന്റെയും BJPയുടെയും ആളുകളെ തിരികെ കയറ്റണം. സർവകലാശാല വൈസ് ചാൻസലറുമായി സംഘപരിവാറിന്റെ ആളുകളെ നിയമിക്കണം. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. ഇദ്ദേഹത്തിന്റെ ആവശ്യം എന്നത് RSSന്റെ ആവശ്യമാണ്, BJPയുടെ ആവശ്യമാണ്. അതിനോട് യോജിക്കാൻ, അതോടൊപ്പം നിൽക്കാൻ എങ്ങനെ കേരളത്തിലെ UDFന് കഴിയുന്നു, എങ്ങനെ കേരളത്തിലെ UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് കഴിയുന്നു എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.